ആര്യൻ ഒരുപാട് നേരമായിട്ട് ലൈവിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നടക്കുകയാണ് ബ്ലൈൻഡ്സ് എടുക്കുന്നത് കാണാനായിട്ട്. എന്തായിരിക്കും എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് ആര്യൻ ഉറക്കവും വരുന്നുണ്ട്. പക്ഷേ ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. എന്നിട്ട് അവസാനം ആര്യൻ ബിഗ് ബോസിനോട് പറയാം, ബിഗ് ബോസ് ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്, എനിക്ക് നല്ല സങ്കടമുണ്ട് ഇങ്ങനെ ചെയ്തതിൽ, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് തരാനായിരിക്കും, ബട്ട് വി സാഡെന്ന് പറഞ്ഞിട്ട് ആര്യൻ കിടക്കാനായിട്ട് പോവാണ്. അപ്പം അക്ബർ വിളിച്ചിട്ട് പറയുന്നു, എടാ ബ്ലൈൻഡ്സ് മാറ്റിയെന്ന്. അപ്പോൾ ആര്യൻ തിരിച്ച് വീണ്ടും വന്നിട്ട് പറയുന്നു, നിവിൻ കിച്ചണില്ല, എന്തോ കഴിക്കാനുള്ളത് എന്തോ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നിവിൻ മാത്രമാണ് കിച്ചണിലുള്ള, ബാക്കി എല്ലാവരും അവിടെ മാറി ഇരിക്കുകയാണ്. അനിമോളുടെ കഥകളൊക്കെ കേട്ടുകൊണ്ട് എല്ലാവരും ഇരിക്കുന്നു. ഷാനവാസും കഥകളൊക്കെ പറയുന്നുണ്ട്. അക്ബറിൻ്റെ വിളി കേട്ട് ആര്യൻ തുറന്നു എന്ന് ചോദിച്ച് തിരിച്ച് വരികയാണ്. ആര്യ പറയുന്നു, അവിടെ തുറന്നൊന്നുമില്ല, നമ്മുടെ അപ്പനല്ലേ അവിടെ ഇരിക്കുന്നത്, നമ്മൾ പറയുന്ന ഉടനെ തുറന്നു തരാമെന്ന് പറയുന്നു. എന്നിട്ട് ആര്യൻ ബിഗ് ബോസിനോട് വിളിച്ചു ചോദിക്കുന്നു, ബിഗ് ബോസേ ബ്ലൈൻഡ്സ് തുറക്കാൻ പ്ലാൻ ഉണ്ടോ ഇന്ന്? ആര്യൻ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടാണോ എന്ന് അറിയത്തില്ല. ബിഗ് ബോസ് ആര്യൻ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആര്യൻ തുറക്കുന്നു. ബ്ലൈൻഡ്സ് മാറ്റിയിട്ടുണ്ട്. പിന്നെ അനിമോളും ആദിലയും നൂറയും കൂടെ ബാത്റൂമിലാണ്. ബാത്റൂമിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് അങ്ങോട്ട് വരുന്നു. അപ്പോൾ ആതിരയോട് ചോദിക്കുന്നു എന്താണ് രാത്രിയിൽ, അന്നേരം കുളിക്കാനെന്ന് പറയുന്നു. പിന്നെ രാത്രി കിടക്കാൻ നേരമല്ലേ കുളിക്കാൻ പോകുന്നതെന്നൊക്കെ ആതിര കളിയാക്കി പറയുന്നു. അപ്പോൾ അനിമോളെ നോക്കിക്കൊണ്ട് ഷാനവാസിക്ക് ഇതെന്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അനിമോള് പറയുന്നു, ഞാൻ പാവല്ലേ, നല്ല കുട്ടിയല്ലേ. അപ്പോൾ ഷാനവാസ് പറയുന്നു, വെപ്പൂരിലും വെച്ചോണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പം അനിമോള് ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ വരുന്നവരോടും പോകുന്നവരോടും എല്ലാം പറയുന്നുണ്ട്, 84 ദിവസം കണ്ടായി ഞാനിതും വെച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്, എൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടോ, എനിക്കത് കൊടുത്തു വിടുന്നതെന്നൊക്കെ അനിമോൾ ഷാനവാസിനോട് പറഞ്ഞു. പോയി കുളിക്കുമെന്ന് പറഞ്ഞിട്ട് ഷാനവാസിനെ കുളിക്കാനായിട്ട് പറഞ്ഞു വിടുന്നു. എന്നിട്ട് അവരോടൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്ലൈൻഡ്സ് മാറ്റുന്നത് ബിഗ് ബോസ്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.